ട്രീ ലെൻസിന്റെ 95ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ അധ്യാപകരെയും എൻ്റെ സഹപാഠികളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ദ കൈറ്റ് റണ്ണർ എന്ന കൃതിയുടെ റിവ്യൂ അവതരിപ്പിക്കുന്നത് നജയാണ്. നജയെ ഇത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കണില്ലേ? അപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്യുന്ന ബുക്ക് ഖാലിദ് ഹുസൈനി എഴുതിയിട്ടുള്ള ദി കൈറ്റ് റണ്ണർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ഈ ബുക്ക് ഖാലിദ് ഹുസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മെയിനായിട്ടുള്ള അഫ്ഗാനി റൈറ്ററാണ്. കൂടുതലും അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഒട്ടുമിക്കതും ഉണ്ടാവുക. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പം അവിടെ താലിബാനിൻ്റെ പ്രശ്നങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ നാട്ടിൽ അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ നാട്ടിലെ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഈ കഥയിലും പറയുന്നത്. പക്ഷെ ഇതിൽ മെയിനായിട്ട് ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെ അവിടുത്തെ വുമൻസിനോട് ആ സോവിയറ്റ് യൂണിയൻ താലിബാൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാർ അവിടുത്തെ വുമൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതും അവിടുത്തെ മനുഷ്യന്മാർ ആ സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ പലായനം ചെയ്യുന്ന അവസ്ഥയിലൊക്കെ അവരനുഭവിച്ച പ്രശ്നങ്ങളും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് മെയിനായിട്ട് പറയുന്നത് ഈ രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കാബൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്, അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഹസൻ, അമീർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഈ കഥൻ്റെ ലാസ്റ്റ് വരെ പോണത്. ഈ അമീർ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരു ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ആളുടെ മോനാണ്. ഹസൻ എന്ന് പറയുമ്പം ആ വീട്ടിലെ സെർവൻറ്റിൻ്റെ മോനാണ് ഹസൻ എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ഈ അമീർ എന്ന് പറയുമ്പം പൊതുവെ കുറച്ച് സൈലന്റ് ആയിട്ട് ഒന്നിനും പ്രതികരിക്കാത്ത, എല്ലാം എന്ത് കണ്ടാലും ഒന്നും റിയാക്ട് ചെയ്യാത്തൊരു കുട്ടിയാണ്. ഹസൻ എന്ന് പറയുമ്പം അമീറിന് വേണ്ടി എന്തും ചെയ്യുന്ന, പൊതുവെ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ അമീറിന്റെ വിചാരം എന്താന്ന് വെച്ചാല് അവന് ജനിച്ചപ്പോഴാണ് അവന്റെ ഉമ്മ മരിച്ചത് പ്രസവത്തിൽ. സോ തന്നെ കാരണമാണ് തൻ്റെ അമ്മ മരിച്ചത് എന്നുള്ള ഒരു കുറ്റബോധത്തിലാണ് ഇവൻ പൊതുവെ ആരായിട്ടും സംസാരിക്കാത്ത, ഒന്നിക്കും ഇറങ്ങി ചെല്ലാത്ത, ഒരു എൻജോയ്മെന്റ്സും ഇല്ലാത്ത ഒരാളായി മാറിയത്. പക്ഷെ ഇവന് ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഈ ഹസനായിട്ടാണ്. ഹസനാണെങ്കിൽ അമീറിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഹസൻ എന്ന് പറയുന്നത്. അപ്പം ഇവര് ഭയങ്കര നന്നായിട്ട് ഇവരെ ഫ്രണ്ട്ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം ഒരു കൈറ്റ് റണ്ണിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ഈ കൈറ്റ് റണ്ണർ എന്നുള്ള ആ ഒരു പേര് വന്നത് തന്നെ അവിടെ മെയിനായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ കൈറ്റ് റണ്ണിങ് കോമ്പറ്റീഷൻ, പട്ടം പറത്തൽ. അപ്പൊ ഈ പട്ടം പറത്തുന്ന സമയത്ത് ഇവര് പട്ടം പറത്തി ആ ലാസ്റ്റ് പട്ടം, എല്ലാ പട്ടങ്ങളെയും തോപ്പിച്ച് പറഞ്ഞ ലാസ്റ്റ് പട്ടം ഉള്ള ആള് വലിയൊരു സംഭവമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പം ഇവർ രണ്ടാളുമാണ് ടീം. അപ്പോൾ ഇവര് വെട്ടിച്ച് ഇവരാണ് അത് വിൻ ചെയ്യാം ആ ഒരു കോമ്പറ്റീഷനിൽ. അപ്പം ആ കോമ്പറ്റീഷനിൽ ആ വിൻ ചെയ്ത പട്ടം ലാസ്റ്റ് താഴെ വീഴും. ആ പട്ടം ആരുടെ കയ്യിലാണോ ഉള്ളത് അവരാണ് അതിൽ മെയിൻ ആവുക. അപ്പൊ ഈ പട്ടം എടുക്കാൻ വേണ്ടി ഹസൻ പോവും അമീറിന് വേണ്ടി അത് എടുക്കാൻ. പക്ഷെ ആ പോണ സമയത്ത് ഈ അമീർ പറയും വേണ്ട, അത് റിസ്ക് ആണ്, കാരണം ആ മോളിത്തെ പട്ടം എവിടെയാണോ വീഴുന്നതെന്ന് ആർക്കും വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഹസൻക്ക് അതിലൊക്കെ ഭയങ്കര കണ്ണിങ്ങാണ്, പട്ടം പറത്താനും ചെയ്യാനും. അതാണ് ഈ കൈറ്റ് റണ്ണർ എന്നുള്ള പേര്. അപ്പം ഈ പട്ടം അതിനെ കുറിച്ച് ഭയങ്കര ഐഡിയ ആണ്. അപ്പൊ ഈ പട്ടം മുകളിൽ നിന്ന് താഴെ എവിടെ വിടുമെന്ന് കറക്റ്റായിട്ട് ഹസന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ അമീർ ഇവര് ജയിച്ച സന്തോഷത്തിലാണ്. അപ്പൊ പോലെ എല്ലാവരും ഇവരെങ്ങനെ ചുറ്റി നിൽക്കുകയാണ്, ഇവരെ അഭിനന്ദിക്കണമൊക്കെ ഉണ്ട്. അപ്പോഴും ഈ അമീറിന് ആ പട്ടം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹസന അഭിനന്ദനങ്ങളൊന്നും വകവെക്കാതെ വാങ്ങാൻ പോവാണ്. അപ്പൊ അമീർ പറയും വേണ്ട, അതിന് പോകണ്ട, അവിടെ നിന്നോ, അത് റിസ്ക് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഹസൻ പറയുന്ന ഒരു ഡയലോഗാണ് ഫോർ യു 1000 times ഓവർ എന്നുള്ളത്. ഈ ഒരു ലൈനിന്റെ ഡെപ്ത് ഇത് ഫുള്ള് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് അപ്പോ ഈ ഡയലോഗ് വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് ഹസൻ അല്ല, അമീറാണ്. അപ്പൊ ഈ ബുക്ക് ഫുള്ള് വായിച്ചാലാണ് അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഫീലിങ്സ്. പറയണ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നൂല.
അപ്പൊ ആ സമയത്ത് കുറെ കഴിഞ്ഞിട്ടും ഹസനെ കാണാനില്ല. ഈ പട്ടം എടുക്കാൻ പോയതാണ്. അപ്പൊ അമീർ ജസ്റ്റ് പോയി തിരിച്ചു പോയി നോക്കുമ്പോഴും ഹസനെ കാണുന്നില്ല. കുറെ നോക്കി നോക്കി നോക്കുമ്പം ആ നാട്ടിലെ തന്നെ കുറച്ച് ഈ പട്ടം പറത്തലിൽ തോറ്റ കുട്ടികൾ, അതായത് ആ പട്ടം കിട്ടാന്നുള്ളതാണ് വലിയ കാര്യം. അപ്പൊ ആ പട്ടത്തിന് വേണ്ടി അവരും തപ്പി നടക്കുമ്പം ഹസനെ കണ്ടിട്ട് ഇവരെല്ലാരും കൂടി ഹസനെ ഒരു റൂമിലിട്ട് കുറച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കുമ്പോ അമീർ അത് കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒന്ന് പ്രതികരിക്കാനോ സ്വന്തം ഫ്രണ്ടിനെ രക്ഷിക്കാനോ ഒന്നും അമീർ റെഡിയല്ല. അമീറിന് അപ്പോഴും പേടി, ഒരു ധൈര്യം ഇല്ല. അങ്ങനെ പേടിച്ച് മാറി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കാണ്. ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും ഹസൻ ആ പട്ടം അമീറിന് വേണ്ടിയിട്ട് പിടിച്ചു വെച്ചിരിക്കാണ്. ഹസൻ അത് കൊടുക്കണില്ല. അപ്പോഴും ഹസൻ അമീറിനോടുള്ള സ്നേഹമാണ് അവിടെ. പക്ഷെ അമീർ ഇതൊക്കെ കണ്ടിട്ടും ഒന്നും റിയാക്ട് ചെയ്യാതെ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്. അങ്ങനെ അവരൊക്കെ പോയ ശേഷം അമീർ അവന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ഹസൻ പറയും ഞാൻ ജസ്റ്റ് വീണതാന്ന് പറയും. പിന്നെ അവിടുന്ന് ഹസന് വയ്യാതാവണൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ഈ അമീറിന് കുറ്റബോധമാണ്, ഞാനൊന്നും അവനെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ. അതേ സമയം തന്നെ ഹസനോട് ഒരു ദേഷ്യം വരികയാണ്. ഹസനെ കാണുമ്പോൾ താനൊരു തോൽവിയാണ് എന്നുള്ളൊരു ചിന്ത അമീറിന് വരികയാണ്. അപ്പൊ അമീറിന് പിന്നെ ആ സ്നേഹം അമീറിന്റെ മനസ്സിൽ നിന്ന് പോയിട്ട് അവിടുന്ന് പിന്നെ എങ്ങനെങ്കിലും ഹസൻ ഒന്ന് ഇവിടുന്ന് പറഞ്ഞ് അയക്കണം എന്നുള്ള മൈൻഡ് ആവാണ് അമീറിന്. അപ്പം അമീർ ആ വീട്ടിൽ നിന്ന് ഒരു വാച്ച്, ഇന്റെ വാച്ച് ഇവൻ എടുത്തെന്ന് പറഞ്ഞിട്ട് അമീറിന്റെ വാപ്പാനോട് പറയും. അപ്പൊ അവരതൊരിക്കലും വിശ്വസിക്കൂല. കാരണം ഈ ഹസന്റെ ഉപ്പ എന്ന് പറയുന്ന അലി എന്നുള്ളത് അവരെ വിശ്വസ്തനായിട്ടുള്ള ഒരു കാര്യസ്ഥനാണ്. അപ്പം ഇത് വിശ്വസിക്കൂല. പക്ഷെ ഹസൻ അത് സമ്മതിക്കും. കാരണം ഹസൻ അറിയാം അമീർ അത് വെറുതെ പറഞ്ഞതാണ്, തന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹസൻ അത് സമ്മതിക്കും. അപ്പോഴും ഈ ഹസൻ എന്ത് ചെയ്യുമ്പോഴും ഈ അമീറിനോടുള്ള സ്നേഹമാണ്. പക്ഷെ അമീറിന് തിരിച്ച് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള ലെവലാണ്. അത് ഇഷ്ടമില്ലായിട്ടല്ല, അമീറിനെ തന്നെ ഒരു കുറ്റബോധം തോന്നിയിട്ടാണ്. അപ്പം അങ്ങനെ സമ്മതിക്കുമ്പം ഈ അമീറിന്റെ ഉപ്പ അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഹസന്റെ ഉപ്പാക്ക് അത് ഓക്കെ ആവില്ല. കാരണം അയാൾ ഇത്രയും കാലം അവിടെ അത്രയും വിശ്വസ്തതയിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ തന്റെ മോൻ അവിടുന്ന് ഒരു സാധനം കട്ടെടുത്തെന്ന് പറയുമ്പോൾ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അവരവിടുന്ന് മാറി താമസിക്കാൻ പോവാണ്. ആ വീട്ടിൽ നിന്ന് പോകും. പിന്നെയാണ് അവിടെ ഈ ഒരു താലിബാൻ അധിനിവേശം, സോവിയറ്റ് യൂണിയനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അഫ്ഗാനിസ്ഥാൻ ആകെ മാറി ഈ അമീറിനും അവന്റെ ഉപ്പാക്കും ഒക്കെ ആ നാട് വിട്ട് പോകേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ വേറെ നാട്ടിൽ പോയതും സെറ്റായതും പിന്നെ അമീറും അവരുടെ വാപ്പയും അമേരിക്കയിൽ പോയിട്ട് അവിടെ സെറ്റാവും. പിന്നെ അതിനുശേഷം ഇവര് ഹസനെ കുറിച്ചോ ഹസന്റെ ഉപ്പാനെ കുറിച്ചോ ഒന്നും അന്വേഷിക്കണില്ല. പക്ഷെ അവർക്ക് അപ്പോഴും അവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരെവിടെയാണ് എന്താണെന്നൊന്നും അവർക്ക് വല്ല ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ അവർ കുറച്ചു നേരം അവിടെ നിൽക്കും, അമീർ കല്യാണം കഴിക്കും, അങ്ങനെയൊക്കെ ആവും. അപ്പോഴാണ് ഇവിടുത്തെ ഹസനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അവർ അറിയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ട്വിസ്റ്റുകളാണ്. കുറെ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കണമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ബുക്ക് വായിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെന്നൊക്കെ പറഞ്ഞൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് പിന്നെ ഈ ഹസനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുക, ഹസനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുക, അങ്ങനെയൊക്കെ അമീർ ചെയ്യുമ്പോൾ ലാസ്റ്റ് അമീർ മാറും. അമീറിന്റെ ക്യാരക്ടറൊക്കെ മാറുന്നുണ്ട്. അപ്പോഴാണ് ഈ ഫോർ യു 1000 times ഓവർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഡെപ്ത് ലാസ്റ്റ് എത്തുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഫുള്ള് പറയൽ പോസിബിൾ അല്ല. നിങ്ങൾ ഈ ബുക്ക് എല്ലാവരും വായിക്കണം. ഇത് ഒരു നോർമലാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ആ ഒരു നോവലിലോട്ട് നമ്മൾ എത്തുക. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. അത്ര ടഫ് ലാംഗ്വേജ് ഒന്നും അല്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അത് ഫുള്ള് വായിച്ചാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും ഇത് വായിക്കണം. അത് ഫുള്ളാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്, അത് പറഞ്ഞാൽ തീരൂല. സോ നല്ല ബുക്കാണ്, എല്ലാവരും വായിക്കണം. താങ്ക് യു. താങ്ക് യു നജ. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ആ പുസ്തകം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഫീഡ്ബാക്ക് പറയാനായിട്ട് ഞാൻ ഇതേ ക്ഷണിക്കുകയാണ്. ഹലോ, അല്ലേ? എടാ ചെറിയൊരു സ്റ്റെക്ക് ഉണ്ട്, ഒന്നുകൂടി പറ. ഇപ്പൊ ശരിയായോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. പ്രശ്നമില്ല. നമുക്ക് നജ എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്ക് അത്ര വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോറി ആണെന്ന് ആർക്കെങ്കിലും തോന്നിയോ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി നല്ല രസമുള്ള കഥയായിരുന്നില്ലേ ഏതൊക്കെയായിട്ടുള്ളത്? എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഇത്ര ചുരുങ്ങിയ ടൈമിനുള്ളിൽ നജ സ്റ്റോറി
നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞു. പിന്നെ ഇതിന്റെ ലാസ്റ്റ് എൻഡിങ് ആയപ്പോ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ട്വിസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ആയിട്ട് നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അതിന്റെ ഒരു എൻഡിങ് എന്താണ് അതിലൊരു ട്വിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു. അതുപോലെ നേരത്തെ അത് പറയാതെ നമ്മള് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിങ്ങാണ്ട് സ്റ്റോറി എൻഡ് ചെയ്തപ്പോ നമുക്കിപ്പോ ഞാൻ സ്റ്റോറി ഇത് വായിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു വായിക്കണം എന്നുള്ളൊരു രീതിക്ക് എനിക്ക് ഫീൽ വന്നു. അപ്പോൾ എന്റെ അത്രയും നന്നായിട്ട് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു നിത. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ ഷെനീറിനെ ക്ഷണിക്കുന്നു. ഹലോ, ഖാലിദ് ഹൊസൈരിയുടെ ദ കൈറ്റ് റണ്ണർ എന്നുള്ള ബുക്ക് വളരെ തന്മയത്വത്തോടുകൂടിയും സ്പഷ്ടമായിട്ടും നജ അവതരിപ്പിച്ചു. അതിന് അഭിനന്ദാർഹം അറിയിക്കുന്നു. കൂടാതെ ഇത് കേട്ട് നിന്നിട്ടുള്ള ബാക്കി സ്റ്റുഡൻസിനും ഫാക്കൽറ്റീസിനും എൻ്റെ പേരിൽ നന്ദി അറിയിക്കും. താങ്ക് യു. താങ്ക് യു ഷെനീർ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു.